ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു നുസിഫ് ടെക് വ്ലോഗ് ചാനൽ. നുസിഫ് ടെക് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇത് നമ്മൾ ചെയ്യാൻ പോണ വീഡിയോസ്, എൻ്റെ കയ്യിൽ ഒരു ഓപ്പോ റെനോ 12 Pro 5G ഫോണുണ്ട്. അപ്പോൾ അതിനൊരു കേസ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൽ കയറിയിട്ടുള്ളത്. അപ്പോൾ ഫ്ലിപ്കാർട്ടും ആമസോണൊക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇത്തരത്തിലുള്ള ഫോണിൻ്റെ കേസുകൾ. ഇത് എത്രത്തോളം നല്ലതാണ് എന്നുള്ളത് നമുക്ക് ഈ വീഡിയോ വഴി നോക്കാം. ഈ കേസ് ഞാൻ തിരഞ്ഞെടുക്കാൻ കാരണം ഇതിന് ക്യാമറ പ്രൊട്ടക്ടറായിട്ടൊരു കവർ, ഒരു സ്ലൈഡായിട്ടുള്ളൊരു കവറിങ് കൂടി വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ കവർ ഞാൻ സെലക്ട് ചെയ്തത്. ഇത് നമുക്ക് യൂസബിൾ ആണോ എന്ന് അറിയില്ല. എന്തായാലും പ്രോഡക്റ്റ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഞാൻ ഓർഡർ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ പ്രൈസ് 242 രൂപയായിരുന്നു. ഇപ്പോൾ അതിൻ്റെ പ്രൈസ് കാണിക്കുന്നത് 247 ഇത് ഈ വീഡിയോസ് കണ്ടതിന് ശേഷം ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതാണ് നമ്മളെ പ്രോഡക്റ്റ്. നമുക്കിത് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. സോ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മളെ പ്രോഡക്റ്റ് കേട്ടോ. പാക്കിംഗ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. പ്രോഡക്റ്റ് ഡാമേജോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ സൈറ്റിൽ ഫോട്ടോ കണ്ടല്ലോ, അതേ സെയിം കളറും ലുക്കും അതൊക്കെ സെയിം ആട്ടോ, ഒരു വ്യത്യാസമില്ല. ഫോട്ടോയിൽ കണ്ട അതേ സെയിം സാധനം തന്നെയാണ്. ഒരു വ്യത്യാസം നമ്മുടെ പ്രോഡക്റ്റിനില്ല. പറയാൻ കാരണം എന്താ വെച്ചാൽ, ചില സൈറ്റുകൾ ഫോട്ടോ നമ്മൾ കാണുമ്പോൾ ഓക്കെ ആയിരിക്കും, പ്രോഡക്റ്റ് നമ്മൾ കയ്യിലെത്തുമ്പോൾ കാണുമ്പോൾ നമുക്കൊരു കളറിലും മറ്റ് ഏതെങ്കിലും ഇതിൻ്റെ ക്യാമറ ഹോൾസോ അല്ലെങ്കിൽ ചാർജിങ് പോർട്ടുകളോ അതൊക്കെ ചിലപ്പോൾ ഒരു വ്യത്യാസം ആയിട്ട് കാണിക്കും. ഇതൊക്കെ പക്ക പെർഫെക്ഷനാണ്. പിന്നെ ഓരോ ഹോൾസ് ഉണ്ടല്ലോ, അതായത് ചാർജിങ്ങിൻ്റെ, സ്പീക്കർ ഗ്രില്ല്, ക്യാമറയുടെ ഹോളിൻ്റെ ആ ഭാഗങ്ങൾ, അതൊക്കെ പെർഫെക്ഷൻ, അടിപൊളിയായിട്ടുള്ള കട്ടിങ് ആണ് കേട്ടോ. ഒരു വൃത്തികേടായി തോന്നാത്ത രീതിയിലുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഫിനിഷിംഗ് ആണ് ഈ കേസിനുള്ളത്. കേസിൻ്റെ പുറകിൽ ഇതുപോലെയായിട്ടൊരു റിങ് ഉണ്ട്. റിങ്ങിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഒരു സ്റ്റാൻഡൊക്കെ ആയിട്ട് ഇതുപോലെ എവിടെയെങ്കിലും ഒരു മൊബൈലൊന്ന് ഹോൾഡ് ചെയ്യണമെങ്കിൽ ഇതുപോലൊക്കെ ഒന്ന് ഹോൾഡ് ചെയ്ത് വെക്കാനായിട്ടും ഇത് ഉപയോഗിക്കാം നമുക്ക്. കേസിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത് പക്ക ക്വാളിറ്റി സാധനം കേട്ടോ. നമ്മൾ കൊടുക്കുന്ന പ്രൈസിനുള്ള മുതൽ എന്തായാലും ഇതുണ്ട്. കാരണം അത്രയ്ക്ക് ഫിനിഷിംഗ് ആണ് ഈ മൊബൈലിൻ്റെ കേസ്. ഇത് വീണ്ടും പറയണം, ഓപ്പോ റെനോ 12 Pro 5G കേട്ടോ ഈ കേസ് വരുന്നത്. ഈ കേസ് ഞാൻ കുറച്ച് ദിവസം എൻ്റെ മൊബൈലിൽ ഉപയോഗിച്ചതിന് ശേഷമായിട്ട് ഈ വീഡിയോസ് ഞാൻ ചെയ്യുന്നത്. ഇതിന് ഈ കേസിനൊരു പ്രശ്നമുണ്ട്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ കേസിൻ്റെ ക്യാമറ സ്ലൈഡർ ഉണ്ടല്ലോ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കണ ഈ ഭാഗം, ഇത് നമുക്ക് ഒരു കൈ കൊണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാൻ കഴിയില്ല. ചില സമയത്ത് 2 കൈ ഉപയോഗിച്ചിട്ട് വേണ്ടി വരും ഇതൊന്നുകൊണ്ട് സ്ലൈഡ് ചെയ്യണമെങ്കിൽ. അപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് നമുക്ക് ഈ ക്യാമറയുടെ ഈ ഷട്ടർ ഒന്ന് മാറ്റണം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒന്ന് പാടുപെടേണ്ടി വരും. അപ്പോൾ അത് ഇതിലൊരു ഡ്രോബാക്കാണ്. എവിടെയെങ്കിലും ഒരു ഗൂഗിൾ പേ QR കോഡ് സ്കാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്കിത് സ്ലൈഡ് ചെയ്താൽ നമുക്ക് കിട്ടൂല. അപ്പോൾ അത് 2 കൈ ഉപയോഗിച്ച് ഒരു നഖമൊക്കെ ഇടയിലിട്ടിട്ട് വേണം അതൊന്നും ഇങ്ങോട്ട് നീക്കി വെക്കാൻ. അതേമാതിരി തന്നെ തിരിച്ച് അങ്ങോട്ടാക്കുമ്പോഴും ആ ഒരു പ്രശ്നമാണ് ഇപ്പോൾ ഇതിനുള്ളത് കേട്ടോ. ബാക്കി വേറെ പ്രശ്നങ്ങളൊന്നും ഈ കേസിനില്ല. പിന്നെ കുറേ കാലം ഉപയോഗിക്കുമ്പോഴും നമ്മൾ ചില കേസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഈ മൊബൈലിൻ്റെ ബാക്ക് പാനലിൽ കുറേ പൊടി, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചിലപ്പം കാണാം. പൊടി എന്ന് പറഞ്ഞാൽ ഈ കേസിൻ്റെ തന്നെ ചില ഭാഗങ്ങളിൽ പറ്റി പിടിച്ചിട്ട് പിന്നെ അത് പോവാത്ത രീതിയിൽ അങ്ങനെയുള്ളൊരു സംഭവം കാണാറുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കുറേ കാലം ഉപയോഗിച്ചാലും ഇതിൻ്റെ കേസുമെന്ന് പ്രത്യേകിച്ചൊരു സാധനം നമ്മളെ മൊബൈലിൻ്റെ ബാക്കിലോട്ട് പറ്റി പിടിക്കണ അങ്ങനെ ഒരു സംഭവമില്ല. എപ്പോൾ ഓപ്പൺ ചെയ്താലും ക്ലീൻ ആൻഡ് നീറ്റാണ്. പിന്നെ നമ്മൾ ഇതിൻ്റെ ബാക്കിൽ കാണുന്ന ഈ റിങ്ങിൻ്റെ ഭാഗത്ത് ഒരു മാഗ്നറ്റ് ഫിക്സ് ചെയ്യാനുള്ളൊരു സെറ്റപ്പും കൂടി ഉണ്ട്. അത് ഈ മാഗ്നറ്റിക് ഹോൾഡർ വരുന്നുണ്ടല്ലോ, അതിൽ ഫിക്സ് ചെയ്യാനുള്ള ഒരു സംഭവം കൂടി ഈ മൊബൈലിൻ്റെ റിങ്ങിൻ്റെ ഇടയിൽ കാണുന്ന റൗണ്ടിൽ വരുന്നുണ്ട്. അപ്പോൾ അത് എത്രത്തോളം സ്ട്രോങ് ആണെന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ അതിന് പറ്റിയൊരു ഹോൾഡർ നമ്മുടെ കയ്യിലില്ല. സോ ഫ്രണ്ട്സ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോസ്. വീണ്ടും പുതിയൊരു പ്രൊഡക്റ്റുമായി കാണാം. അതുവരേക്കും നുസിഫ് ടെക് വ്ലോഗ് സൈനിങ് ഓഫ്.